ഹലോ, ഹായ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സീരീസ് അൺഫോൾഡഡ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സുമിനും മിന്നും കൂടെ റെഡ് ഫ്ലാഗ് എടുക്കാനായിട്ട് അവർ റിവറിന്റെ സൈഡിൽ വരുമ്പോൾ അവിടെ റെഡ് ഫ്ലാഗ് കാണാനില്ല. ഇതെന്താണെന്ന് ഒരു ഗെയിം ആണല്ലോ. ഈ ഗെയിം എന്തായിരുന്നെന്നൊക്കെ അറിയാൻ നിങ്ങൾ മുന്നത്തെ എപ്പിസോഡ് കാണണേ. ഞാൻ ഐക്കാർഡിൽ എത്തിയേക്കാം. സോ അവര് നിരാശയോടെ തിരിച്ചു പോകുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ ജിയോനെ ആണെങ്കിലും മറ്റാൾക്കാർ കിമ്മും അതുപോലെ യൂനെയൊക്കെ അഭിനന്ദിക്കുന്നതാണ്. കാരണം അവളാണ് റെഡ് ഫ്ലാഗ് ആദ്യമേ കണ്ടുപിടിച്ച് ഫസ്റ്റ് പ്രൈസിൽ എത്തിയത്. സോ അവക്കാണ് ഇനി കാരവാൻ പോലുള്ള സ്ഥലത്ത് ഇനി രാത്രി കിടക്കാൻ പറ്റുക. അങ്ങനെ രാത്രിയായ സമയത്തിന് കാണിക്കുന്നുണ്ട്. മിന്നാണെങ്കിൽ സുമിന്റെ അതായത് ടെന്റിന്റെ അടുത്ത് അവളെ കാണാനായിട്ട് വരുന്നതൊക്കെയാണ് പാത്തും പതുങ്ങിയും. അപ്പം അന്നത്തെ ദിവസം അവര് തമ്മിൽ കുറച്ച് ഇന്റിമേറ്റ് ഒക്കെ ആകുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം എന്ന് പറയുമ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടില്ല. അടുത്ത ഗെയിമാണ്. അപ്പൊ കുറെ ഗെയിംസുകൾ കൂടി അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. സോ അടുത്ത ദിവസം അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് നമ്മുടെ ജിയൂൺ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ജയയുടെ അടുത്ത് സംസാരിക്കുവാണ്. അവൾക്ക് പണ്ട് മിന്ന് പ്രൊപ്പോസ് ചെയ്ത കാര്യമൊക്കെ ജസ്റ്റ് ഒരു മാലയൊരു തന്നിട്ട് വില കുറഞ്ഞ രീതിയിൽ ഒരു മാലയൊക്കെ തന്നിട്ട് ഒരു പന്ന രീതിയിലാണ് അവൻ പ്രൊപ്പോസ് ചെയ്തത്. സോ അത് അവൾ ആലോചിച്ചിട്ട് അവൾക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കാട്ടിലൂടെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് കാണിക്കുമ്പോൾ സുമിൻ വേറൊരു കുട്ടിയുടെ പുറകിന് നടന്ന് അവൾക്ക് കിട്ടിയ പ്ലേസ് അതായത് അവൾക്ക് കിട്ടിയ ഫ്ലാഗ് തട്ടിപ്പറിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്തിന് സുമിൻ അതുപോലെ നമ്മുടെ ജിയൂണയുടെ ഫ്ലാഗും തട്ടിപ്പറിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയോ അവളുടെ തലക്കുത്തിനൊക്കെ പിടിച്ച് അവളെ മറിച്ചിട്ട് ജിയൂൺ ആണെങ്കിൽ ഫ്ലാഗ് അവളുടെ കോട്ടിന്റെ അകത്ത് ഒളിപ്പിച്ച് നടന്നു പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നതാണ്. അതായത് ജീവൻ പറയുന്നുണ്ട് ഇത് നീ സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊക്കെ എടുത്താ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ സുമിൻ കാണിക്കുന്നുണ്ട് അവൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയെന്നുള്ള രീതിയിലൊക്കെ കാണിച്ച് അവിടെ കിടക്കുവാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നോക്കുന്നത് കണ്ട് സുമിനാണെങ്കിൽ വന്ന് അവളെ പിടിച്ച് താഴെ ഇട്ടേച്ച് അവളുടെ ഫ്ലാഗും നെയിമും വലിച്ചു പറിച്ചെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ സുമിൻ പറയുന്നുണ്ട് ജിയൂൺ ഇത് നീ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താ മതി കേട്ടോ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാൻ. ഓക്കെ ബൈ ടാറ്റ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്ലാഗ് എടുത്തോണ്ട് സുമി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ ജിയൂൺ അവിടെ വിഷമിച്ച് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ദെൻ അന്നത്തെ ദിവസം ക്യാമ്പ് ഫയറിൽ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് യുവിന് അനൗൺസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പ്ലേസ് കിട്ടിയത് ജിയൂണിനാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് വിചാരിക്കും സുമിന്റെ കയ്യിൽ നിന്ന് ആ ഫ്ലാഗ് കിട്ടിയിട്ട് എങ്ങനെ ഇപ്പം ജിയൂണ് തന്നെ ഫസ്റ്റ് പ്ലേസ് കിട്ടി എന്നുള്ള രീതിയിൽ കാണിക്കുമ്പോൾ അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിന്റെ ഇടയിൽ തന്നെ നമ്മുടെ സുമിൻ വന്നിട്ട് ജിയൂണിനെ ആണെങ്കിൽ അവളുടെ മേത്ത് വെള്ളം കോരി ഒഴിക്കുക. അതായത് അവളുടെ മനസ്സിലെ ദേഷ്യം കാരണം അവളുടെ മേത്ത് വെള്ളം കോരി ഒഴിക്കുവാണ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മാർഷൽ ആർട്സ് ഒക്കെ നമ്മുടെ ജിയൂണിന് അറിയാവല്ലോ. സോ അവളാണെങ്കിൽ അവളെ എടുത്ത് സുമിനെ എടുത്തിട്ട് അടിച്ചിട്ടാണ് അവൾ ആ ഫ്ലാഗ് തിരിച്ചു മേടിച്ചത്. പിന്നെ ജയയുടെ അടുത്ത് വന്നിട്ട് ജിയൂൺ ആണെങ്കിൽ വിഷമത്തിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. അതായത് അന്നത്തെ ദിവസം പാർക്ക്മിന്നും സുമിനും കൂടെ കുറച്ച് കഴിഞ്ഞ ദിവസം പാർക്ക്മിൻ ആണെങ്കിൽ സുമിനെ കാണാനായിട്ട് സുമിന്റെ ടെന്റിന്റെ അടുത്ത് വന്നായിരുന്നല്ലോ. അപ്പൊ ഇന്ന് ഫസ്റ്റ് പ്ലേസ് കിട്ടാത്തതിന്റെ വിഷമിച്ചിരിക്കുന്ന സുമിനെ ആണെങ്കിൽ പാർക്ക്മിൻ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. ആശ്വസിപ്പിച്ച് അവസാനം അവര് തമ്മിൽ ഒരു കിസ്സിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അത് പതിയെ പതിയെ നല്ലപോലെ അവര് തമ്മിൽ ഇന്റിമേറ്റ് ആവുന്നുണ്ട് അന്നത്തെ ദിവസം രാത്രി. ഇത് കണ്ട് വിഷമിച്ച് നിൽക്കുവാണ് നമ്മുടെ ജിയൂന. അപ്പൊ ജിയൂനയുടെ കണ്ണ് വന്ന് നമ്മുടെ ജയ അങ്ങ് പൊത്തുന്നുണ്ട്. അവളിനി ഇത് കണ്ട് വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ. എന്നിട്ട് ജിയൂൺ നല്ല വിഷമത്തില് ജയയുടെ അടുത്ത് സംസാരിക്കുവാണ് ചെയ്യുന്നത്. എനിക്കറിയില്ല എങ്ങനെ എന്റെ ഫേറ്റിനെ മാറ്റണമെന്നൊക്കെ ഉള്ളത്. എല്ലാരും കൂടെ എന്നെ കബളിപ്പിക്കുവാണ് ചെയ്യുന്നത്. എനിക്കാരുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവള് നല്ലതായിട്ട് വിഷമിക്കുന്നുണ്ട്. ഞാൻ ഈ 2023 വരെ നല്ല ലൂസർ ആയിട്ടാണ് ജീവിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുമ്പോ നമ്മുടെ ജയ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവനും പറയുന്നുണ്ട് ഞാനും അതേ രീതിയിൽ തന്നെയാണ് ജീവിച്ചോണ്ട് വന്നിരുന്നത്. എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടം തോന്നിയിരുന്നില്ല. എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയെങ്കിൽ ഞാനും നല്ല സന്തോഷത്തോടെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പരസ്പരം സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം പാർക്ക്മിൻ വന്ന് ജിയോണയുടെ അടുത്ത് പറയും നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി കാരവാനിൽ കിടന്നിട്ട് നീ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. ഞാനിവിടെ തണുത്തുറഞ്ഞു കിടക്കുമായിരുന്നു എന്ന് പറയും.
അപ്പൊ ജിയൂൺ വന്ന് പറയും, ആര് പറഞ്ഞു? ഞാൻ നിന്നെ വിളിക്കാനായിട്ട് ഇന്നലെ നിന്റെ ടെൻഡി വന്നപ്പോ നിന്നെ കണ്ടില്ല. ഞാൻ നിന്നോട് ചോദിക്കാൻ ഇരിക്കുവായിരുന്നു എന്ന് പറയും. അപ്പൊ പാർട്ട്മന് അക്കിട് പറ്റിയെന്ന് മനസ്സിലായിട്ട് അവൻ അതും ഇതും പറഞ്ഞൊക്കെ അങ്ങ് ഒഴിവാകും. ഈ സമയത്ത് സുമിനാണെങ്കിൽ ഇത് കണ്ടിട്ട് അവക്കങ്ങ് പിടിക്കുന്നില്ല. അവളപ്പോ തലേ ദിവസം നടന്ന കാര്യം ആലോചിക്കുവാണ്. അതായത് ഇവര് തമ്മിൽ കുറച്ച് ഇന്റിമേറ്റ് ആയി കഴിഞ്ഞിട്ട് സുമിൻ നമ്മുടെ പാർട്ട്മനിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ജിയൂണിനെ ഒഴിവാക്കണം എന്നുള്ളത്. അപ്പം പാർട്ട്മൻ പറയുന്നുണ്ട്, നീ ഇപ്പം ധൃതി പിടിച്ചൊന്നും കാട്ടിക്കൂട്ടണ്ട. ഞാന് സമയം പോലെ എന്താന്ന് വെച്ചാ ജിയൂണിനോടൊക്കെ പറഞ്ഞേക്കാം എന്ന് പറയുന്നുണ്ട്. ദെൻ ആ ദിവസം അന്നത്തെ ദിവസം ജിമ്മി കാണിക്കുവാണ്. നമ്മുടെ പാർപ്പിനാണെങ്കിൽ അവന്റെ ഫ്രണ്ടിനോട് പറയുവാണ്, എന്റെ ഗേൾ ഫ്രണ്ട് മാത്രമല്ല അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ഇപ്പൊ എന്റെ കൂടെയാണ്. രണ്ടുപേരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോ ഫ്രണ്ട് പറയുന്നുണ്ട്, രണ്ടുപേരും നിങ്ങൾ മൂന്നുപേരും ഒരേ ഓഫീസിലാണ്. അപ്പൊ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജോലി വരെ തെറിക്കുമെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നുമുണ്ട്. ദെൻ അടുത്ത ദിവസം അവള് നോക്കുമ്പം അവളുടെ ഡെസ്കിലായിട്ട് സുമിനാണെങ്കിൽ ഒരു കാർഡ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതായത് അവളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് നീ. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് അവളോട് ദേഷ്യമൊന്നും തോന്നരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡായിരുന്നു അത്. ആ കാർഡ് നമ്മുടെ ജീവനാണെങ്കിൽ ജയയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ജയ പറയുന്നുണ്ട്, നിന്റെ തീരുമാനം എന്താണ്? ഇനി അവളെ നീ ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടോ? അപ്പം ജീവൻ പറയുന്നുണ്ട്, ഇല്ല. ഞാൻ അവൾ എവിടം വരെ പോകുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുവാണ്. എനിക്ക് അവളുടെ എല്ലാ രീതികളും അറിയാം. നിങ്ങളെക്കാൾ കൂടുതൽ അവൾ എന്നെ എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നു എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡേ കാണിക്കുമ്പോൾ റെസ്റ്റോറന്റിലാണ്. നെക്സ്റ്റ് ഡേ അല്ല, അന്നത്തെ ദിവസം തന്നെ രാത്രി റെസ്റ്റോറന്റിൽ നമ്മുടെ ജയ ആണെങ്കിൽ ഏത് ദിവസവും ഈ റെസ്റ്റോറന്റിൽ വന്ന് ആൽക്കഹോൾ കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങും. സംഭവം ഇവൻ എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് ജയ വിചാരിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഷെഫ് പയ്യനും ജിയൂണും തമ്മിൽ എക്സ് ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലോ. അപ്പൊ അവര് തമ്മിൽ ഒന്നും കൂടെ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഷെഫയും വിചാരിച്ചു വെച്ചേക്കുന്നത് ജയക്കാണ്, ജയും അവളും തമ്മിലാണ് ഇഷ്ടത്തിലെന്നും വിചാരിക്കുന്നുണ്ട്. ദെൻ കാണിക്കുന്നത് നമ്മുടെ പാർപ്പിനും സുമിനും ആണല്ലോ ഒരു ടീമായിട്ട് ഇപ്പം വർക്ക് ചെയ്യാന് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത് മിസ്റ്റർ ലീ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ സുമിനാണെങ്കിൽ അവൾ ഭയങ്കര കുണുങ്ങി കുണുങ്ങി നടന്നും അവളുടെ സ്കിൻ കാണിച്ചും ഒക്കെ റിവീൽ ചെയ്തും ഒക്കെ നമ്മുടെ പാർക്ക്മിനെ അങ്ങ് സെഡ്യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പം ഈ പാർക്ക്മിനാണെങ്കിൽ ഈ സമയത്തിന് ഓരോ ഫുഡ് പ്രോഡക്ട്സ് അവര് പുറത്തോട്ട് അഡ്വർടൈസ് ചെയ്യുമ്പോഴും അതിന് ഓരോന്നിനും ഓരോ അലർജിക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അത് അലർജി പ്രോൺസും സീ ഫുഡ്സും ഒക്കെ ആണെങ്കിൽ അലർജി ഉള്ളവർ കഴിക്കില്ലെന്നൊക്കെ ഉള്ള ബോർഡുണ്ട്. അപ്പൊ ഈ ബോർഡ് എടുക്കാൻ പോവാണ് എന്ന് വ്യാജേന സുമിന്റെ പുറകെ പോകുന്നുണ്ട് സ്റ്റോർ ഹൗസിലേക്ക്. എന്നിട്ട് ഇവിടെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും കിസ് ചെയ്യാനും ഇന്റിമേറ്റ് ചെയ്യാനുമാണ് നോക്കുന്നത്. അപ്പം അത് സംഭവം അവര് മറന്നുപോയി. അതിന്റെ ഇടയ്ക്ക് സുമിൻ ചോദിക്കുന്നുണ്ട്, നീ അവളെ വിട്ടിട്ട് എന്റെ കൂടെ വാന്ന്. പക്ഷെ ഇപ്പോഴും പാർമിൻ അതിനോട് അങ്ങ് അടുക്കുന്നില്ല. അപ്പൊ സുമിൻ ആണെങ്കിൽ ദേഷ്യം വന്ന് അവനെ തള്ളിക്കളയുന്നൊക്കെ ഉണ്ട്. ഈ സമയത്തിന് ഇവിടെ ബഹളം കേട്ട് വന്ന് നോക്കുമ്പം ദാണ്ടടാ ഇവര് വെക്കാനുള്ള ആ അലർജിയുടെ ബോർഡ് വെക്കാത്തത് കാരണം ഇവരുടെ ഒരു പ്രോഡക്റ്റ്, അതായത് പ്രോൺസ് അടങ്ങിയ സീ ഫുഡിന്റെ പ്രോഡക്റ്റ് ഒരു മുത്തശ്ശൻ കഴിച്ചിട്ട് അയാൾക്ക് ആകെ അലർജിക് റിയാക്ഷൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വന്നിട്ട് ഐസിയുവിൽ അഡ്മിറ്റ് ആയി. അപ്പം എന്താ ചെയ്യുക? ഈ കമ്പനിക്കല്ലേ ഇതിന്റെ പേരിൽ പ്രശ്നം വരിക. മുത്തശ്ശന്റെ ഭാര്യയാണെങ്കിൽ സുമിനെയും പാർമിനെയും നല്ല ചെവിയും കണ്ണും പൊട്ടുന്ന രീതിയിൽ വഴക്ക് പറയും, തെറിയും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാർട്ട്മിന് ജോലി വരെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സുമിൻ വന്ന് പറയുവാണ്, നീ പേടിക്കണം, നിനക്ക് ജോലി പോയാലും ഞാൻ കുറെ ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സമയം ആഹ് എന്താണ് കൊറിയൻ ന്യൂസിൽ കാണിക്കുന്നു, KT എന്ന കമ്പനിയിൽ നമ്മുടെ പാർട്ട്മിൻ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ കമ്പനി തകർന്നത് മൂലം ഇൻവെസ്റ്റേഴ്സിനെല്ലാം നഷ്ടം സംഭവിച്ചേക്കുവാണ്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് പാർട്ട്മിൻ ഭയങ്കര വിഷമത്തോടെ ജിയൂണിന്റെ അടുത്ത് വന്ന് പറയുവാണ്, നീ എനിക്ക് കുറച്ച് പൈസ തരണം. എനിക്ക് കാരണം ഇപ്പൊ ഞാൻ കടം മേടിച്ചിട്ടാണ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ആ കടങ്ങൾ നികത്താൻ നീ എനിക്ക് പൈസ തരണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സുമിനെ വന്നിട്ടും പാർട്ട്മിൻ കാണുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഞാൻ ജിയൂണിനെ വിവാഹം കഴിക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് തമ്മിൽ ബ്രേക്കപ്പ് ആകാം. നമ്മൾ തമ്മിൽ നടന്ന ഒന്നും ഇനി ആരും അറിയണ്ട എന്ന് പറഞ്ഞ് സുമിനോട് ടാറ്റ ബൈ പറഞ്ഞ് അവൻ പോവാണ്. ഇപ്പൊ സുമിൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം വേണേലും കാത്തിരിക്കാം, എനിക്ക് കുഴപ്പമില്ല എന്ന് സുമിൻ. അവൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ദെൻ അന്ന് അടുത്തായിട്ട് കാണിക്കുന്നത് ഇവര് തമ്മിൽ, അതായത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പാർക്ക്മിനും ജീവനും കൂടെ പുറത്ത് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തില് പാർക്ക്മിൻ അവളെ പ്രൊപ്പോസ് ചെയ്യാം, അതായത് നമുക്ക് മാരി ചെയ്യാം,
മാരി ചെയ്ത് കഴിയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്യാഷൊക്കെ കിട്ടും. അതായത് ആഹ് അവന്റെ അമ്മയുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി അതായത് ഒരു ഹൗസ് അടക്കം അവന് കിട്ടും. അപ്പം അവന്റെ കടങ്ങളൊക്കെ കുറെ മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാരി നടക്കണമെങ്കിൽ നീ കുറച്ച് കാശ് തന്ന് സഹായിക്കണമെങ്കിലേ മാരേജിനുള്ള കാശ് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പാർട്ട്മീൻ ജിയൂണിന്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ജിയൂൺ ആണെങ്കിൽ ഇതിനകത്തൊന്നും യെസ് ഓർ നോ പറയുന്നില്ല. കാരണം ജിയൂണിന് അറിയാമല്ലോ ഇവൻ കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നടക്കുന്നതെന്ന്. അങ്ങനെ അവള് വൈകുന്നേരം ജയയുടെ കൂടെ മാർഷൽ ആർട്സ് പഠിക്കാൻ പോകുന്നുണ്ട്. ആ മാർഷൽ ആർട്സ് പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ക്യാറ്റിന്റെ കാര്യം കാരണം അവളെന്നും ക്യാറ്റിന് ഫുഡ് കൊടുത്തിരുന്ന സ്ഥലം വരുമ്പോ അവളത് ഓർത്തിട്ട് പറയുന്നുണ്ട്. ഞാനിവിടെ പണ്ടൊരു ക്യാറ്റിന് ഫുഡ് കൊടുത്തിരുന്നൂന്ന് പറയുമ്പോ ജയ പറയുന്നുണ്ട്, "ആ ക്യാറ്റ് ഇപ്പൊ എന്റെ കൂടെയാണ്. അന്ന് നീ വീട്ടിൽ വന്നപ്പം കണ്ടിരുന്ന ക്യാറ്റില്ലേ? അത് തന്നെയാണ്. അത് ഒരു ദിവസം അത് ആക്സിഡന്റ് പറ്റാൻ നേരം ഞാനതിനെ രക്ഷിച്ചിട്ട് അതിനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വളർത്തി. അങ്ങനെയാണ് ആ ക്യാറ്റ് ഇപ്പം എന്റെ കൂടെ ഉള്ളതെന്ന് പറയുന്നുണ്ട്." ആ ആക്സിഡന്റിൽ ജയക്ക് ചെറിയ കാലിന് പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കേട്ടപ്പോ ജിയൂണിന് അങ്ങ് ആകെ അത്ഭുതമായി. അവക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് നേരെ വീട്ടിൽ വന്ന് ആ ക്യാറ്റിനെ കണ്ട് ഒത്തിരി ലാളിക്കുന്നതും കാണുന്നുണ്ട്. അതായത് അവക്കൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് താൻ ഈ ക്യാറ്റിനെ നോക്കിയിരുന്നതും പിന്നീട് അതിനെ ജയ എടുത്ത് വളർത്തിയതും ഒക്കെ. മാത്രമല്ല ജീവൻ പറയുന്നുണ്ട് പണ്ട് ഫ്യൂച്ചറിലാണെങ്കിൽ അതായത് പണ്ട് നടന്നിരുന്നതെന്ന് പറഞ്ഞാല് വില്യം മാരി മീ എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡ് അത് മാരി മീ എന്ന് പോലും അല്ല. മേരി മീ എന്ന് എഴുതിയിട്ട് ഈ വെട്ടിയിട്ട് അതിന്റെ മേളിൽ ഒരു എ എഴുതി വെച്ചേക്കുവാണ് ഈ ഒന്നും പറയുന്നില്ല ആ സുമിൻ. സുമിനല്ല പാർമിൻ. അപ്പം അവൻ അത്രയ്ക്ക് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് അവളെ അന്ന് പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഇനി അങ്ങനെ ഒരു പ്രൊപ്പോസല് കിട്ടാൻ എനിക്ക് ആലോചിക്കുമ്പോഴേ ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്നെ ഇന്ന് വൈകിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ഇതുപോലെ മാരേജ് ചെയ്യാൻ താല്പര്യമാണെന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പം കാണിക്കുന്ന കുറച്ച് ദിവസം കഴിയുമ്പം മാരേജ് പ്രൊപ്പോസൽ ചെയ്യുന്നതാണ് നമ്മുടെ പാർട്ട്ണർ. അതായത് സ്പ്രിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ബിടിഎസിന്റെ സോങ്ങിനെ ഒക്കെ ഡ്രോൺ രീതിയിലൊക്കെ കാണിച്ചും ഫയർ വർക്സും വെടിക്കെട്ടും ഒക്കെ കാണിച്ച് നല്ല ഒരു ഗംഭീര രീതിയിലാണ് താഴെ നിന്ന് വില്യം മാരി മീന്ന് നമ്മുടെ പാർട്ട്മിൻ ജിയൂണിനെ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും ആരുടെ ഉം, പുറകിലെ കളിയാണ്? ജെ ആണ്. സംഭവം ജെയുടെ അടുത്ത് ജിയും പറഞ്ഞിരുന്നല്ലോ പണ്ട് നടന്നിരുന്ന പ്രൊപ്പോസലിനെ പറ്റി. അതിനി ഓർക്കാനേ വയ്യാന്ന്. അപ്പൊ ജെ ഇത് മനസ്സിൽ കൂട്ടിയിട്ട് പാർട്ട്മിനിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഏഹ്, ചെലവും എല്ലാം ജെ തന്നെയാണ് ഏറ്റെടുത്തത് കേട്ടോ. പക്ഷെ ക്രെഡിറ്റ് പാർട്ട്മിനിന് പോയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ജിയൂണിന് ഇത് അറിയാം. കാരണം ഇവൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ല. ഇവൻ എന്ത് ദുഷ്ടനാ, കേടുകെട്ടവനാന്ന് ജിയൂണിന് അറിയാമല്ലോ. ഈ സമയം സുമിൻ ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. സുമിൻ കാരണം ഇവരുടെ ഓഫീസിലെ സ്റ്റാഫുകളെ എല്ലാം കൂട്ടി ഒരു പാർട്ടിയുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ നടന്നത്. അപ്പൊ സുമിൻ വിചാരിക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽ ഞാൻ എന്തായാലും പാർക്ക്മിന്റിനെ തട്ടിയെടുക്കും ജിയൂണെ എന്ന് അവള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ജിയും വിചാരിക്കുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും വേണ്ടത് എന്ന്. അപ്പം ഇവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് തീരുകയാണ് സുഹൃത്തുക്കളെ, തീരുകയാണ്.